ഹായ് ഹലോ വെൽക്കം ടു ലിസ്റ്റ് വ്ളോഗ്സ്. ഇന്ന് തട്ടിക്കൂട്ട് ഉള്ളി സാമ്പാറാണേ. അപ്പോൾ എൻ്റെ ഫേവറേറ്റാണ് ഉള്ളി സാമ്പാർ. ഉള്ളി സാമ്പാറിന് വേണ്ടിയിട്ട് ഞാൻ സാമ്പാർ പരിപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ നന്നായിട്ട് കുറേ വേണം, നമുക്ക് ഉള്ളി കുറേ വേണം. അപ്പോൾ ഉള്ളി പൊളിക്കാനുള്ള മടിയൊക്കെ കാരണം ഞാൻ അത്രയും അങ്ങ് ഉള്ളിയൊന്നും എടുത്തിട്ടില്ല. കുറച്ച് ഉള്ളി, പച്ചമുളക്, പിന്നെ കറിവേപ്പില ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് കുക്കറിലോട്ടിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് വെള്ളവും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. 2 സീറ്റി അടിച്ചാൽ മതി, വേവിച്ചെടുക്കുക കേട്ടോ. ഉള്ളി സാമ്പാർ പല വിധത്തിൽ ഉണ്ടാക്കുന്നവരുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ട് നന്നായിട്ട് ഉണ്ടാക്കുന്ന ഷെഫൊക്കെ ഉണ്ട്. പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കിയാലും ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടും. അപ്പോൾ ഞാൻ ഉള്ളി മാറ്റി വെച്ചിരുന്നു, കുറച്ച് കറിവേപ്പില, പച്ചമുളക്, തക്കാളി ഇടുന്നവരുണ്ട്. ഞാൻ ഇതിൽ തക്കാളി ഇട്ടിട്ടില്ല. ഞാൻ നോർമലി എൻ്റെ ഒരു രീതിയാണ് കേട്ടോ കാണിക്കുന്നത്. കടുക് പൊട്ടിച്ച് ജീരകം ഇട്ടതിന് ശേഷം നമ്മൾ ബാക്കി മാറ്റി വെച്ചിരിക്കുന്ന കുറച്ച് ഉള്ളി ഉണ്ടല്ലോ, അത് ഇതിലിട്ട് നന്നായിട്ട് വഴറ്റാം. ഇതിൻ്റെ കൂടെ പച്ചമുളകും കറിവേപ്പിലയും എല്ലാം ഇട്ടിട്ടാണ് ഞാൻ വഴറ്റുന്നത്. ഉള്ളി കുറച്ച് കുറവായതിനാൽ ഞാൻ ചെറിയ സവാള ഒന്ന് കട്ട് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ. ഇത് ഉള്ളി നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഇതിൻ്റെ കളറെല്ലാം മാറി നല്ല മണമൊക്കെ വരുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് സാമ്പാർ പരിപ്പ് എന്തായെന്നൊന്ന് നോക്കാം. സാമ്പാർ പരിപ്പ് നമ്മൾ പരിപ്പും ഉള്ളിയും എല്ലാം ഇട്ടിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് വേവിക്കാൻ വെച്ചത് ഇതുപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഉള്ളി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മസാലകളിടാം. ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർക്കാം കേട്ടോ. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഉലുവാപ്പൊടി, കായപ്പൊടി അതെല്ലാം നമ്മുടെ ടേസ്റ്റിനനുസരിച്ച്. ഞാൻ കുറച്ച് ചേർത്തിട്ടുള്ളൂ, കാരണം ഞാൻ സാമ്പാർ മസാല, അതായത് സാമ്പാർ പൊടി ഇതിൽ എക്സ്ട്രാ ചേർക്കുന്നുണ്ട്. അത് കാരണമാണ് ഇതെല്ലാം കുറച്ച് ചേർത്തത്. അപ്പോൾ ഈ മസാലകളെല്ലാം ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം സാമ്പാർ മസാല നിങ്ങളുടെ ഇഷ്ടത്തിന്, അതായത് കളറും ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക. ഞാനിതിൽ രണ്ട് സ്പൂണ് നിറച്ചും ഇട്ടിട്ടുണ്ട് കേട്ടോ. പച്ചമണം മാറുന്ന വരെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിക്കാം. ഇപ്പോൾ സാമ്പാർ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പരിപ്പിൻ്റെ ആ മിക്സ് അങ്ങോട്ടേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇത് നന്നായിട്ട് കുറുകി വന്നാലാണ് ഒരു ടേസ്റ്റും മസാലകളൊക്കെ പിടിച്ച് കറക്റ്റ് വരത്തുള്ളൂ. ഇപ്പോൾ തീയിലിരുന്ന് കുറച്ച് നന്നായിട്ട് കുറുകിയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ ഫ്രണ്ട്സ്, നന്നായിട്ട് നല്ല മണവും വരുന്നുണ്ട്. സാമ്പാറിൻ്റെ പുളിയൊക്കെ ഇറങ്ങി. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം. പതുക്കെ ചെറിയ തീയിൽ നമുക്കിതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഉള്ളി സാമ്പാറിൽ നന്നായിട്ട് എനിക്ക് കുറുക്കി വരണം. അതുപോലെ ഈ കളറും നല്ലതായിട്ട് വരണം. കണ്ടോ, ഈ ഒരു കളറ് വരണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ മസാലകൾ ചേർത്തിട്ട് പിന്നെ കുറച്ചും കൂടി സാമ്പാർ പൊടി ചേർക്കുന്നത്. ഇനി എല്ലാം കുറുക്കി വന്നതിന് ശേഷം കുറച്ച് ഉപ്പിടാം. നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള ഉപ്പിടാം. ഉപ്പ് കറക്റ്റായില്ലെങ്കിൽ നമുക്ക് ഏത് കറിയായാലും ടേസ്റ്റ് വരില്ല. പിന്നെ കുറച്ച് കറിവേപ്പില ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ മല്ലിയിലയാണ് കൂടുതൽ ഇടാറ് കേട്ടോ. മല്ലിയില എനിക്ക് നല്ല ടേസ്റ്റായിട്ട് എല്ലാത്തിലും തോന്നും. അപ്പോൾ ഉള്ളി എല്ലാം വെന്ത് നല്ലതായിട്ട് വന്നിട്ടുണ്ട്, കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഫ്രണ്ട്സ്, ഇത് കണ്ടില്ലേ, നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഉള്ളിയെല്ലാം നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ആ പുളിയും കായും പിന്നെ സാമ്പാർ പൊടി ചേർത്തതിൻ്റെ എക്സ്ട്രാ ഒരു ടേസ്റ്റൊക്കെ വരുന്നുണ്ട്. അപ്പം ഞാൻ നോർമലി ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. തക്കാളിയൊക്കെ ഇടുന്നവരുണ്ട്. അപ്പോൾ നിങ്ങൾ വീട്ടിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സ്. താങ്ക്